ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെതിരായ കുറ്റപത്രം ഉടൻ കോടതിയിൽ സമർപ്പിക്കും. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് ദുരുദ്ദേശത്തോടെയാണ് എന്നും പീഡിപ്പിച്ചതിന് തെളിവുണ്ട് എന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി. അനന്തൻ, ശക്തമായ തെളിവ് ഈ കേസിലുണ്ട് എന്ന് പോലീസ് ആദ്യം മുതൽ തന്നെ നിലപാട് സ്വീകരിച്ചതാണ്. അതിന് പിന്നാലെ കുറ്റപത്രം കൂടി വരുന്നു. എത്രത്തോളം ഗൗരവതരമായ കുറ്റങ്ങൾ സിദ്ദിഖിനുമേൽ ചുമത്തുന്നുണ്ട്? എന്തൊക്കെയാണ് ഇതടക്കം കണ്ടെത്തലുകൾ? രതീഷ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കുറ്റപത്രം നൽകി തുടങ്ങിയിട്ടുണ്ട്. നടൻ മുകേഷിനെതിരെയും മണിയമ്പിള്ള രാജുവിനെതിരെയും നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നടൻ സിദ്ദിഖിനെതിരെയുള്ള കുറ്റപത്രം തയ്യാറായിരിക്കുന്നത്. ഉടൻ തന്നെ കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. 2016 ജനുവരി 28-ന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് യുവതിയെ പീഡിപ്പിച്ചു എന്നാണ് സിദ്ദിഖിനെതിരായ പരാതി. ഈ പരാതി തെളിയിക്കുന്ന കൃത്യമായ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറ്റപത്രം തയ്യാറായി എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി വിവാദവുമായി ബന്ധപ്പെട്ട് വന്ന വെളിപ്പെടുത്തലുകൾ, അതിൽ നടത്തിയ അന്വേഷണം, അതിലേറ്റവും തെളിവുകൾ ഉള്ള കേസാണ് സിദ്ദിഖിൻ്റെതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അവകാശപ്പെടുന്നത്. മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമല്ല സിദ്ദിഖിനെതിരെയുള്ള യുവതിയുടെ പരാതി എന്ന് തെളിയിക്കാൻ ഉതകുന്ന വസ്തുതകളും ഈ കുറ്റപത്രത്തിലുണ്ട് എന്ന് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സിദ്ദിഖ് ഈ പീഡനം നടത്തിയതിന് ശേഷം ഈ യുവതി എറണാകുളത്തെ ഒരു ഡോക്ടറിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടറോട് ഈ പീഡന വിവരം വ്യക്തമാക്കുകയും ചെയ്തു. ആ ഡോക്ടറുടെ മൊഴി കൂടി ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ യുവതിയെ ഈ സിനിമയുടെ പ്രിവ്യൂ കാണാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് ആ കുടുംബത്തോടൊപ്പം ക്ഷണിച്ചതിൻ്റെ തെളിവുണ്ട്. മസ്കറ്റ് ഹോട്ടലിലേക്ക് യുവതി വന്നതിനും മുറിയിൽ വെച്ച് സിദ്ദിഖ് കണ്ടതിനും പീഡിപ്പിക്കപ്പെട്ടതിനും തെളിവുകളുണ്ട് കുറ്റപത്രത്തിൽ എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. ഏതായാലും ഇതെല്ലാം ഉൾപ്പെടുത്തിയുള്ള സമഗ്രമായ കുറ്റപത്രമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് അടുത്ത ദിവസങ്ങളിൽ തന്നെ കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. രതീഷ്, ശരി. സിദ്ദിഖിനെതിരെ ശക്തമായ തെളിവുകളുണ്ട് എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതാണ് ആ കുറ്റപത്രത്തിന്റെ ഉള്ളടക്കമെന്നാണ് ആർ അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.